400 സീറ്റ് എന്ന വലിയ ലക്ഷ്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് കുതിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിലടക്കം തമിഴ്നാട്ടിലടക്കം അനവധി തവണ റാലികളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി മറ്റുള്ള സംസ്ഥാനങ്ങൾ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ദക്ഷിണേന്ത്യയിലാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ദക്ഷിണേന്ത്യ ബി.ജെ.പിയുടെ പ്രധാന ഒരു ടാർഗറ്റായി മാറുന്നു. അവിടെ അവർക്ക് നിർണായകമായത്, അതായത് ബി.ജെ.പിയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ ദക്ഷിണേന്ത്യയിൽ, അത് കർണാടകമാണ്. കർണാടകത്തിൽ അവർക്ക് കൂടുതൽ സീറ്റ് നേടി മുൻപോട്ട് വരിക, കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യമാക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു സർവേ പുറത്തു വന്നിരുന്നു. PMRQ റിപ്പബ്ലിക് ചാനലും ചേർന്ന് നടത്തിയ ഒരു സർവേ. ആ സർവേയിൽ ഒരു വലിയ വിവരം തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ വിട്ടുപോയ അവിടുത്തെ ഏറ്റവും പ്രബലമായ സമുദായം ലിംഗായത്ത് സമുദായം. ആ ലിംഗായത്ത് സമുദായം ഈ ലോക്സഭയിൽ ബി.ജെ.പിക്കൊപ്പം അണിചേരുന്നു എന്നുള്ള ഒരു വലിയ സർവേ ഫലം തന്നെയാണ് പുറത്തു വരുന്നത്. 67% ലിംഗായത്തുകളും ഇത്തവണ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യും. ഒപ്പം തന്നെ ഈ JDS, കുമാരസ്വാമിയുടെ JDS ബി.ജെ.പിയുമായി ചേർന്നതിന് ശേഷം വൊക്കലിംഗ സമുദായം, പ്രത്യേകിച്ച് ഈ പഴയ മൈസൂർ മേഖലയിൽ വലിയ സ്വാധീനമാണ് ഈ വൊക്കലിംഗ സമുദായം. അതായത് കർണാടകത്തിലെ പ്രബല സമുദായങ്ങളായ ലിംഗായത്തുകളും വൊക്കലിംഗ സമുദായം ബി.ജെ.പിക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ്. മറു സൈഡിൽ കോൺഗ്രസിന് വേണ്ടി മുസ്ലിങ്ങളും കുറുമ്പകളുമാണ് കോൺഗ്രസിൻ്റെ സൈഡിലേക്ക് മാറിയ ജാതികൾ. ഏതായാലും ഈ ജാതീയ സമവാക്യം കർണാടകത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ കർണാടകയിലെ 57% പുരുഷന്മാരും 53% സ്ത്രീകളും ബി.ജെ.പിയെ ഇല്ലെങ്കിൽ NDA സഖ്യത്തെ പിന്തുണയ്ക്കുമ്പോൾ കോൺഗ്രസിന് അത് 37-41% ചുരുങ്ങുന്നു. ഗ്രാമങ്ങളിൽ NDAക്ക് 55% പിന്തുണ, നഗരങ്ങളിൽ അത് 57% ഉയരുന്നു. കോൺഗ്രസിന് ഇത് യഥാക്രമം ഗ്രാമങ്ങളിൽ 39%, നഗരങ്ങളിൽ 37%. ഈ സർവേ പ്രകാരം ബി.ജെ.പിക്ക് കർണാടകത്തിൽ 25 തൊട്ട് 27 സീറ്റ് വരെ, ബി.ജെ.പി പ്ലസ് NDA, അതായത് ഈ കുമാരസ്വാമിയുടെ JDS ഉൾപ്പെടെയാണ്, 25 തൊട്ട് 27 സീറ്റ് വരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ന്യൂസ് 8ൻ്റെ സർവേ ഫലവും സമാനമായ രീതിയിൽ തന്നെയാണ് വന്നത്. അവർ കുറച്ചുകൂടി കടന്ന് മുഴുവൻ സീറ്റ് നേടിയാലും അത്ഭുതപ്പെടേണ്ട എന്ന രീതിയിൽ ഒരു അനാലിസിസും അതിനെക്കുറിച്ച് നടത്തുകയുണ്ടായി. ഏതായാലും കോൺഗ്രസ് ഒരുപക്ഷെ 3 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.